അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള വഴി ഇസ്ലാമിൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു നല്ല എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു നല്ല വീട് എന്നുള്ളൊരു കാര്യം. നല്ലൊരു വീടുണ്ടാക്കി നമ്മുടെ കുടുംബത്തെ ചേർത്ത് ഭാര്യയെയും കുട്ടികളെയും ചേർത്ത് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന് നല്ല വീടുണ്ടാക്കാൻ സാധിച്ചു, അതുപോലെ സ്വാലിഹത്തായ ഭാര്യയെ കിട്ടി, സ്വാലിഹത്തായ കുട്ടികളെ കിട്ടി, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടി, അതുപോലെ തന്നെ അവൻ്റെ മനസ്സിനിണങ്ങിയ നല്ല ഒരു വാഹനവും അവനിക്ക് കിട്ടി, എങ്കിൽ അവൻ ദുനിയാവിൽ വിജയിച്ചവനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാം ഒരിക്കലും നല്ലൊരു വീടുണ്ടാക്കി താമസിക്കുന്നതിനോ അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലി ചെയ്യുന്നതിനോ അതുപോലെ തന്നെ പണം സമ്പാദിക്കാൻ പറ്റിയ നല്ല ഹലാലായ കച്ചവടങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും നമ്മുടെ പരിശുദ്ധ ഇസ്ലാം എതിരല്ല. അതൊക്കെ ഇസ്ലാമിൽ അനുവദിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കിഷ്ടപ്പെട്ട നല്ലൊരു വീടുണ്ടാക്കാൻ നാം ഉദ്ദേശിക്കുമ്പോൾ നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? കുറേ ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, ഞാൻ കുറേ കാലമായി വീട് പണി തുടങ്ങി വെച്ചിട്ട് ആ വീട് പണി പെട്ടെന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വീട് പണി തീർന്നു കിട്ടുന്നില്ല. ഇതുവരെ ആ വീട് പണി തീർത്ത് ആ വീട്ടിൽ കയറിയിരിക്കാനുള്ള ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് എന്താണ് ഉസ്താദേ ഒരു മാർഗം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ഇസ്ലാം പറഞ്ഞു തന്ന വഴികളിലൂടെ ഇത് ചെയ്താൽ, ഇസ്ലാം പറഞ്ഞു തന്ന റൂട്ടിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ വഴി നമ്മൾ സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട് പണി എന്നല്ല, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യമെല്ലാം നമുക്ക് എളുപ്പമായി തോന്നുകയും എളുപ്പം നിറവേറിക്കിട്ടുകയും ചെയ്യും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അംർ ബിൻ ഹുറൈസ് എന്ന സഹാബി അടുത്തേക്ക് വന്ന് പറഞ്ഞു, നബിയെ, ഞാനൊരു പുതിയ വീടുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനൊരു വീടുണ്ടാക്കാൻ പോവുകയാണ് നബിയെ, ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് എൻ്റെ വീട് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി ഞാൻ വീട് പണി തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നീ വീടുണ്ടാക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിക്കുക എന്നതാണ്. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് നീ വീട് പണി തുടങ്ങാൻ മുന്നിട്ടിറങ്ങിയാൽ അതിൽ നിനക്ക് വിജയമുണ്ടാകും, നിനക്ക് വിജയം ഉറപ്പാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ക്ഷമ കൊണ്ടും അതുപോലെ നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. നിങ്ങൾ എന്ത് നല്ല കാര്യം തുടങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ ചെയ്യുന്ന കാര്യത്തിൽ വിജയം ഉറപ്പാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി ചെറിയ ഒരു സമയം കണ്ടെത്തിയാൽ മതി. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. ഒരു വീടുണ്ടാക്കാൻ പോകുമ്പോൾ ഇതുപോലെ 2 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇനി മുതൽ നിങ്ങൾ വീട് എന്നല്ല, എന്ത് കാര്യം തന്നെ നിങ്ങൾ നല്ല എന്ത് കാര്യം തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ച് തുടങ്ങുക, നിങ്ങൾക്കതിൽ വിജയം ഉറപ്പായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച വഴികൾ നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി കിട്ടും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.
അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേര് പറയാതെയാണ് നിങ്ങൾ എന്ത് കാര്യം തുടങ്ങിയത് എങ്കിലും അതിൽ വിജയം ഉണ്ടാകൂല. നിങ്ങൾ കരുതിയ പോലെ അത് പൂർത്തിയായി കിട്ടുകയില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അതിൽ വിജയം ഉറപ്പാണ്. അത് വീട് നിർമ്മിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കച്ചവടം തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും, ഇങ്ങനെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട എന്ത് നല്ല കാര്യത്തിന് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും, എന്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ മറക്കാതെ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുക, ചെയ്യുക ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ച മറ്റൊരു വഴിയും കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീടിൻ്റെ കുറ്റി അടിക്കുന്ന സ്ഥലത്ത് നിന്ന്, അതുപോലെ വാതിലിൻ്റെ കട്ടില വെക്കുന്ന സ്ഥലത്ത് നിന്ന് സൂറത്തുൽ അൻആം എന്ന സൂറത്ത് ഓതിയാൽ ആ ചെയ്യുന്ന കാര്യത്തിൽ വലിയ വിജയമുണ്ടാകും. അതുപോലെ തന്നെ കഴിയുന്ന ആളുകൾ വീടിൻ്റെ കുറ്റിയടിക്കുമ്പോൾ, അതുപോലെ വീടിൻ്റെ കട്ടില വെക്കുമ്പോൾ 4444 സലാത്തുൻ നാരിയ ഓതി തീർത്താൽ അവൻ അറിയാത്ത രീതിയിൽ പെട്ടെന്ന് വീടിൻ്റെ പണി പൂർത്തിയായി കിട്ടും. വീട് എന്നല്ല, എന്ത് തന്നെയാവട്ടെ, നിങ്ങൾ എന്ത് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഈ സ്വലാത്ത് ചൊല്ലുക. ഇതുപോലെയുള്ള ധാരാളം വഴികൾ നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നു. മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴികളൊക്കെ നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ വീടില്ലാതെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നീ മനസ്സിലാക്കി അവർക്ക് നല്ലൊരു ബറക്കത്തുള്ള വീട് നീ കൊടുക്ക് റബ്ബേ. അള്ളാഹുവേ, കുറേ ആളുകൾ പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ എന്ത് പ്രയാസങ്ങളായാലും ആ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുത്ത് അവർക്കൊക്കെ നീ ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ജീവിതം നൽകി നീ അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.